വീക്കെൻഡ് ആകുമ്പോഴേക്കും എല്ലാവർക്കും കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടാകും. ചിലർക്ക് ഔട്ടിങ് പോകാനായിരിക്കും, ചിലർക്കാണെങ്കിൽ ഇന്ന് കുക്ക് ചെയ്യേണ്ട പുറത്തുനിന്നാവാം ഭക്ഷണം എന്നായിരിക്കും, ചിലർക്കാണെങ്കിൽ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, കുറേ അടുക്കി പെറുക്കാനും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലർക്ക് വെറുതെ ഇരിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വർക്കിംഗ് ലേഡീസും അമ്മമാരൊക്കെ ആണെങ്കിൽ ആ ഒരു വീക്ക് മുഴുവൻ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്ത് ഓഫീസിലെ കാര്യം നോക്കി വീട്ടിലെ കാര്യം നോക്കി മടുത്തിരിക്കുന്ന സമയത്ത് ആ വീക്കെൻഡിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ നമുക്കൊരു റിലാക്സിങ് ആയിട്ട് തോന്നും. അപ്പം നമ്മളെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടുതലുള്ള ആൾക്കാരെയും കൂടെ നോക്കാനുള്ള ഒരു എനർജിയും കൂടെ കിട്ടുള്ളൂ. ഈ വീക്കെൻഡിലെ ടു ഡു ലിസ്റ്റിലുള്ളതാണ് ഹെയർ കെയറും സ്കിൻ കെയറും. ഹെയർ കെയറിൽ ഞാനൊരു മാസ്ക് ട്രൈ ചെയ്യുകയാണ്. ഇത് റൈസ് ഒലിവ് ഓയിലും ആലോവേറ ജെല്ലും കൂടെ ഉള്ളൊരു മിക്സാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. എൻ്റെ മുടി ഭയങ്കര ഫ്രീസിയാണ് ഈ ഇടയ്ക്കായിട്ട്, അപ്പോൾ അതൊന്ന് സ്മൂത്തൻ ചെയ്യാനും ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. എൻ്റെ മുടി ഭയങ്കര കേളി ആയിട്ടും കൂടെ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് കേളി മുടി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്ത കുറച്ച് ബാസ്മതി റൈസാണ്, നിങ്ങൾക്കില്ലെങ്കിൽ വൈറ്റ് റൈസാണ് യൂസ് ചെയ്യാം. അത് കുറച്ച് എടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും പിന്നെ ആലോവേറ ജെല്ലും കൂടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രഷ് ആലോവേറ ജെല്ല് കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ കെട്ടി വെക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കണം. ഇതൊരു നാച്ചുറൽ കെരാറ്റിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരുപാട് വീഡിയോസും കാണാം നാച്ചുറൽ കെരാറ്റിൻ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരു വടി പോലെ തന്നെ കിടക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 30-40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നല്ലൊരു നറിഷിംഗ് ആണ്, നല്ല നറിഷിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സ്മൂത്ത് ആവുന്നുണ്ട് ഹെയർ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റൈസിൻ്റെ തന്നെ ഇഷ്ടംപോലെ മാസ്ക് കൊറിയൻ വീഡിയോസ് കണ്ടാൽ അറിയാം, അവർ റൈസ് കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫേസ് മാസ്ക് ഉണ്ട്, ഹെയർ മാസ്ക് ഉണ്ട്, ബോഡി മാസ്ക് ഉണ്ട്, ഫേസ് മിസ്റ്റ് ഉണ്ട്, അങ്ങനെ റൈസിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു പശ തേച്ച പോലെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾക്കത് വാഷ് ചെയ്തിട്ട് പിന്നെ ഇത് പൊക്കോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വാഷ് ചെയ്ത് കളയാനും വേണ്ടി പറ്റും. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുള്ളതാണ് ക്യാമമൈൽ ടീ, ഒരു ഇൻഫ്യൂസ്ഡ് ടീ. ക്യാമമൈൽ ടീക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് സ്പെഷ്യലി നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ, ഫീവർ, അതുപോലെ തന്നെ വൂൺസ്, അതിനൊക്കെ ഹീൽ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ PMS സിംറ്റംസും അതുപോലെ തന്നെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്, പെയിനൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ടീ വളരെയധികം ഇത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് രാത്രി ഉറക്കം കുറവാണെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നൊരു ഗ്ലാസ് ഈ ടീ കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ലീപ്പിനെ അത് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മുടെ ബോഡീനെ ഒന്ന് കാം ചെയ്യാൻ ഈ ഒരു ടീ വളരെയധികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നതും കൂടെയാണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light. കുവൈറ്റിൽ സമ്മർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓരോ ദിവസവും കൂടുന്നൊരു ടെമ്പറേച്ചർ കൂടി വരികയാണ്. പുറത്തിറങ്ങുമ്പോഴേക്കും ടാൻ അടിച്ച് കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പം വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യുന്നതാണ് ഓട്സിൻ്റെ പൊടിയും കടലപ്പൊടിയും കുറച്ച് ഹണിയും പിന്നെ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്യാം. അതിലേക്കാണെങ്കിൽ നമുക്കൊരു ഹാഫ് ടൊമാറ്റോ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് സ്ക്വീസ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്.
പിന്നെ അതിലേക്ക് ഞാൻ വേറെ ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മാച്ച ടീ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാച്ച ടീ കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രാവിലെ തന്നെ കോഫി കുടിക്കാന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് നിർത്തിയിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ മാച്ച അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് മാച്ച കുറച്ച് കഫീൻ കണ്ടൻറ്റ് കൂടുതലാണ്, നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നതുകൊണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് മാച്ച പൗഡർ. അപ്പോൾ ഞാനത് ഈ മാസ്കിലേക്ക് ആഡ് ചെയ്തു. ഞാൻ ഒരുപാട് DIY മാസ്ക് കണ്ടിട്ടുണ്ട് മാച്ചയുടെ. കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് അത് നല്ല എഫക്റ്റീവാണ്. ഇത് ഗ്രീൻ ടീയുടെ തന്നെ വേറൊരു ഭാഗം, ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു പൊടിച്ച ഭാഗമാണ് രൂപമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു ഗ്രീൻ മാസ്ക് എന്നൊക്കെ പറയാം കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു 25 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് ഞാനത് കഴുകി കളഞ്ഞു. അധികം ഡ്രൈ ആയിട്ടില്ല, കുറച്ച് വാട്ടറി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രൈ ആവാണ്ട് തന്നെ കഴുകി കളഞ്ഞു. പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ടാനിന് കുറച്ചും കൂടെ എഫക്റ്റീവാണ്. അപ്പം ഒരു വീക്കിലി 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഹെയർ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ ഹെയർ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഡ്രയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നോർമലായിട്ട് തന്നെ അത് ഹെയർ ഡ്രൈ ആയതാണ്. ഇപ്പം ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ DIYയിൽ വീഡിയോസിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഒന്നും ആയിട്ടില്ല. എൻ്റെ മുടി കുറച്ച് വേവി ഹെയർ ആണ്. അത് നേരത്തെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചറിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് പിടിക്കുമ്പോൾ നല്ല സ്മൂത്താണ്. ഞാനാണെങ്കിൽ ഷാമ്പൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കണ്ടീഷണർ ഇട്ടിട്ടേ ഇല്ല. നന്നായിട്ട് നറിഷ് ആയിട്ടുണ്ട്, മുടി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒറ്റ യൂസ് തന്നെ ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ 2-3 യൂസ് കഴിയുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഫ്രിസി ഹെയർ ഉണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ഒട്ടും മാനേജബിൾ അല്ലാത്ത ഹെയർ ആണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് കുറച്ചും കൂടെ മാനേജബിൾ ആണ് ഹെയർ ഇപ്പം. സ്കിൻ കെയർ എന്ന് പറയുന്നത് 1-2 ആഴ്ചയോ 2 മാസമോ ഒക്കെ നിൽക്കുന്ന ഒരു പ്രോസസ്സല്ല, ഇതൊരു ഹാബിറ്റാണ്. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചിലപ്പോഴൊക്കെ നല്ല മടുപ്പ് തോന്നും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒരു 100% ഉറപ്പാണ്. സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവായ ക്രീംസിൻ്റെയോ ഫേഷ്യൽസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനിലേക്ക് മാത്രം ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രൊഡക്റ്റാണ് നിയാസിനമാഡ്, ആർബുറ്റൈൻ ആൻഡ് റെറ്റിനോളും. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്കിൻ മോയ്സ്ചറൈസർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. സോ നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് ഒക്കെ നന്നായിട്ട് കൂട്ടാൻ നോക്കുക, നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.